ഹലോ മച്ചന്മാരെ, ഇപ്പോൾ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് മൈൻക്രാഫ്റ്റിൻ്റെ. അപ്പോൾ എല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. ഓക്കെ, ഞാൻ താഴെ ഇറങ്ങട്ടെ. ഫസ്റ്റ് നമുക്ക് വേണ്ടത് വുഡാണ്. വുഡ് കളക്ട് ചെയ്യുന്ന അവിടെ ഈ സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോൻ്റെ ഇത് വേണമെങ്കിൽ എപ്പോഴാണ് ഇടുന്നതെന്ന് അറിയണമെങ്കിൽ നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്തിടുക. നമുക്ക് ആദ്യം ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് വുഡായത് കൊണ്ട് തന്നെ നമ്മൾ വുഡാണിപ്പോൾ പൊളിക്കുന്നത്. പറ്റാവുന്നത്രയും വുഡ് നമ്മൾ കളക്ട് ചെയ്യണം. വുഡ് കളക്ട് ചെയ്തതിന് ശേഷം ക്രാഫ്റ്റിംഗ് ടേബിൾ. യെസ്, നമ്മൾ ഒരു വുഡ് പോലും ബാക്കി വെക്കുന്നില്ല കേട്ടോ. ഓക്കെ, വെറുതെ ഏറ്റവും ആ സൈഡിലുള്ളതൊന്നും നമ്മൾ പൊട്ടിക്കാൻ വെക്കുന്നില്ല. നമ്മളിനി ക്രാഫ്റ്റിംഗ് ടേബിളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഇത് തുറക്ക്. അങ്ങനെ ഏതായിരുന്നു? അപ്പോൾ ആദ്യം പ്ലാങ്ക് വേണം. നമ്മൾ പ്ലാങ്ക് എടുത്തിട്ടുണ്ട്. ഇനി ഒരൊറ്റ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഓക്കെ, നമ്മളൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ ബാക്ക് അടിക്കാം. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഒരു സ്റ്റിക്ക് ഉണ്ടാക്കണം. യെസ്, നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. എന്നിട്ടൊരു പിക്കാക്സും ഉണ്ടാക്കുക. ഓക്കെ, ഒരൊറ്റ പിക്കാക്സ്. ആക്സ് വേണോ? വേണ്ട, വെറുതെ വുഡ് എന്തിനാ കളയുന്നത്? വേണ്ട, നിങ്ങൾക്ക് ആക്സ് വേണ്ട. ഇനി നമുക്ക് എവിടെ മൈൻ ചെയ്യും? അവിടെ ഒരു കേവ് ഉണ്ട് ഗൈസ്. നമുക്ക് ആ കേവിൽ മൈൻ ചെയ്യാൻ പോവാം. അവിടെ സോംബി ഉണ്ട്. പേടിക്കണ്ട, അവൻ നമുക്ക് പുറത്തോട്ട് ഉണ്ടാകാൻ കണ്ടോ? അവൻ കത്തി എരിഞ്ഞത്തോളും. ഇനി എൻ്റെ ഓട്ടത്തിൻ്റെ സ്കിൽ മൂവ്മെൻറ്റ്സ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരു സൈഡിലൊരു പട്ടിക്കുട്ടി ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇനി സൈഡിലൂടെ അത്രയേ ഉള്ളൂ. ഇനി അവനവിടെ കിടന്ന് ചേർത്തോളൂ. ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് മൈൻ ചെയ്യാൻ പോവാം. ആദ്യം നമുക്ക് ഇവിടെ കോളൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് കുറച്ച് സ്റ്റോൺ മൈൻ ചെയ്യാം. എന്നിട്ട് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം. യെസ്, കുറച്ച് ലാഗൊക്കെ ഉണ്ടാവും, ഒന്നും കുഴപ്പമില്ല, ക്ഷമിക്കണം. നമ്മൾ കുറച്ച് സ്റ്റോൺ എടുക്കുന്നുണ്ട്. ഇതും കൂടെ എടുത്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ഇനി നമുക്ക് നേരെ പോയി ഒരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കണം. എങ്ങനെ? ഒരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കൂ. സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കി. ഇനി നമുക്ക് എന്നാ ചെയ്യാ? പിന്നെ ആഡ് വന്നു. ഓക്കെ, ഇനി നമുക്ക് അവിടെ എനിക്ക് സ്പ്രൂസിൻ്റെ ബയോമുണ്ട്, അങ്ങോട്ട് പോകണം. പക്ഷേ അതിന് നമുക്ക് ബോട്ട് വേണം. ബോട്ട് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേണം? പ്ലാങ്ക് വേണം, ഷവൽ വേണം. അങ്ങനെ ബോട്ട് ഉണ്ടാക്കാം. എന്നിട്ട് അപ്പുറത്ത് പോകാം. സ്പ്രൂസിൻ്റെ വുഡാണെങ്കിൽ ഭയങ്കര നല്ലതാണ്. ചിലപ്പോൾ അവിടെ കാടിൻ്റെ ഇടയിൽ എങ്ങാനും വില്ലേജ് ഉണ്ടെങ്കിലോ. നമുക്കിനി ബോട്ട് ഉണ്ടാക്കണം. സ്റ്റിക്ക് എടുക്കണം. ആദ്യം ഷവലുണ്ടാക്കട്ടെ. ഷവലുണ്ടാക്കി. ഇനി യെസ്, ബോട്ട് കിട്ടി. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാൻ മറന്നുപോയല്ലോ. അങ്ങനെ ക്രാഫ്റ്റിംഗ് ടേബിളും എടുത്തു. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തു. ഓക്കെ, നമ്മളിനി അടുത്ത അതിൽ രണ്ടെണ്ണത്തിന് ഏത് പോകണം? നമുക്ക് നേരെയുള്ള പോവാം. ഭയങ്കര ചുമയാണ് ഗൈസ്. എനിക്കിതങ്ങനെ ഓടിക്കേണ്ടതെന്നൊന്നും അറിയില്ല. ഭയങ്കര അൺകൺട്രോളാണ്. കാരണം എനിക്ക് ഇത്ര പരിചയമില്ല കളിച്ചിട്ട്. ചെറിയ പണ്ട കളിച്ച ഇത് വെച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അഡീസ്ക്യൂഡ് ഉണ്ട്. ഒന്നും വേണ്ട. ലീവ് ബോട്ട് പൊളിച്ചിട്ട് ലാഗ്. ഓക്കെ, പൊളിച്ചോ വരട്ടെ. പിന്നെ വെച്ചേക്കുന്നു. ഒന്നര പൊളി. ഓക്കെ, കയ്യിൽ കിട്ടി. ഇനി നമ്മൾ കാടിൻ്റെ അവിടെ ഒരു കേവ് ഉണ്ടല്ലോ, അവിടെ തന്നെ നിൽക്കട്ടെ. എന്നെക്കൊണ്ട് വയ്യപ്പോൾ പോയി അടി വാങ്ങാൻ. നമുക്ക് കുറച്ച് സാൻഡ് കളക്ട് ചെയ്യണം. യെസ് സുഹൃത്തുക്കളെ, ഇതാ നിങ്ങൾ കാണുക, നമ്മൾ കാടിൻ്റെ ഉൾവശങ്ങളിലുണ്ട്.
അയ്യോ എൻ്റെ ദൈവമേ അതിലുള്ളോട്ട് അങ്ങനെ വീണു വേണേ ഈ ചാത്തനെ. ഓഫ് തിന്നെയാടി എന്നെ ഗായ്സ്, ഇതിന് മാട് കാണും. നമുക്ക് കുറച്ചുകൂടെ ഈ സ്പ്രൂസിൻ്റെ മരം വെട്ടിയെടുക്കാം. പിക്കാക്സ് വെച്ചാണ് കൊത്തുന്നത്. എന്ത് ചെയ്യാനല്ലേ, കഷ്ടപ്പാട് തന്നെ. നമുക്കൊരു ആക്സ് ഉണ്ടാക്കാം. യെസ്, ഇനി നമുക്ക് ആക്സ് വെച്ച് കുത്താം. കത്തിക്ക മരം നിറച്ച് കുത്തുന്നുണ്ട്. ഈ ടൈമിലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ്. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കൊരു സബ്സ്ക്രൈബിൽ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷേ എനിക്കത് ഭയങ്കര സപ്പോർട്ടായിരിക്കും. ഓക്കെ, നമ്മളിനി ഇതെന്താ സാധനം? ഗൈസ് ഇതെന്താ അങ്ങനെ ലേലയൊക്കെ പിടിച്ചിരിക്കുന്നത്? എനിക്കറിയത്തില്ല ഗൈസ്. നിങ്ങൾക്ക് ഇതെന്താണെന്നറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേ. എന്തായാലും കുറച്ച് പൊട്ടിച്ചെടുത്തേക്കാം. ആവശ്യം എപ്പോഴെങ്കിലും എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ ആവശ്യം വന്നാലോ, രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാലേ നമുക്ക് ബിൽഡ് ചെയ്യാൻ ആവശ്യം വരും. ഗടാ പറഞ്ഞ പോലെ രാത്രിയാവാനായല്ലോ. നമുക്കൊരു ഷൾട്ടർ പണിതാലോ ഇവിടെ തന്നെ. രാത്രിയാവാനായി. കാടിൻ്റെ ഉള്ളിലോട്ട് ഓടിയാലോ? ആമക്കുട്ടീനെ ഇവിടെ ഉണ്ടോ? ഷടാ, അതറിഞ്ഞില്ലല്ലോ. രാത്രിയാവാനായി ഗാസ്. നമുക്ക് കാടിൻ്റെ ഉള്ളിലോട്ട് പോവാം. എന്നിട്ട് മരത്തിൻ്റെ മേളിൽ കയറാം. ദാറ്റ് ഈസ് എ ഗുഡ് വേ. നമുക്ക് മരത്തിൻ്റെ മേളിൽ കയറാം. മരത്തിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പൈഡറിനെയും സ്കെൽറ്റിനെയും മാത്രം പേടിച്ചാൽ മതി. അതുകൊണ്ട് നമുക്ക് മരത്തിൻ്റെ മേളിൽ കയറാം. മറ്റേ സാധനം എടുക്കാം. എനിക്കറിക്കോ ചോയ് അടുത്ത ഒന്നുകൂടെ ആക്ക്, അങ്ങ് കയറട്ടെ. മെണ്ടയ്ക്ക് ഇതുണ്ടല്ലേ. ഒന്നൂടെ ഇവിടെ എന്താ ചേടാ മേളിൽ പിന്നെ ഉണ്ടോ? ഒരു ഇത് അത്രേ ഉള്ളൂ. ഓക്കെ, ഗുഡ്. ഇനിയിപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ കയറാൻ ഇതും ഉണ്ടോ? എൻ്റെ ദൈവമേ. അങ്ങനെ മരത്തിൻ്റെ മണ്ടയിലെത്തി. ആ കാണുന്ന വില്ലേജാണോ? ആ വെളിച്ചം കാണുന്നത് എനിക്ക് വില്ലേജ് പോലെ തോന്നുന്നത്. അത് വില്ലേജാണോ? ദൈവമേ, ഇനിയിപ്പോൾ ഇറങ്ങണമല്ലോ. ഈ പണ്ടാര പഴശ്ശി ഞാൻ തോറ്റു. പൊട്ടത്തരം. വേഗം നമുക്ക് താഴത്തോട്ട് ഇറങ്ങട്ടെ ഗൈസ്. അത് വില്ലേജാണെന്ന് തോന്നുന്നു. യെസ് വേഗം താഴത്തോട്ടിറങ്ങ്. യെസ് ഗൈസ്, വേഗം പൊട്ടിച്ച് പോ. ഇവിടെയല്ലേ കണ്ടത്? അതൊന്നുമില്ല. ഞാൻ വിചാരിച്ചു കോയിലേ കൂടിയാ. എന്ത് അത് തന്നെ അല്ലേ ഗൈസ്? ഈ സംഭവം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്കെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ പറ്റിക്കപ്പെട്ടു. ഞാൻ വിചാരിച്ചത് വില്ലേജ് ആയിരിക്കുന്നത്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഒരു ഷൾട്ടർ ഉണ്ടിക്കണം. കുറുക്കൻ എന്ന സാധനം കളക്ട് ചെയ്തേക്കാം. ഓക്കെ, ഇപ്പോൾ ആരും കാണാതെ നമുക്ക് പോകണം. ഈ സാധനം വഴിയിൽ കുറേ കിടക്കുന്നു. എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. നമുക്ക് മണ്ടയ്ക്കോട്ട് ഒന്നും നോക്കാതെ അങ്ങോട്ട് കിടന്നങ്ങോടാ ഈ രാത്രി. അല്ലെങ്കിൽ ഇപ്പോൾ ആരുടെയും മുമ്പിൽ പെട്ടതിന് ഭയങ്കര പ്രശ്നമാണ്. ആരുടെയും മുമ്പിൽ പെട്ടാൽ അയ്യോ അവിടെ സ്കെലറ്റൻ ഉണ്ട്. ഈ പാണ്ടാര സാധനത്തെ കൊണ്ട് അയ്യോ. ഇവർക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ കേട്ടാ. ഈ സാധനമാണ്. മരം അങ്ങ് മുറിച്ചെടുക്കാം. ഗൈസ് മറക്കല്ലേ, ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ച് ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നതല്ലേ. കുറച്ച് ത്യാഗം സഹിക്കണം. അവിടെ അവിടെ തന്നെ ഉണ്ട്. നമുക്ക് കുറച്ച് പ്ലാങ്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെയും ബിൽഡ് ചെയ്യുക. ബിൽഡ് അത്രേ ഉള്ളൂ. ഞാൻ അവിടെ 2 എണ്ണം കൂടെ പോണത് കഴിഞ്ഞാൽ സെറ്റ്. ഭാഗ്യം. ഇനി നമുക്ക് രാവിലെ ആവുന്നിടം വരെ കാത്തിക്കണം. സോ ഗൈസ്, പിന്നൊരു കാര്യമുണ്ട്. കാര്യം പറയാമെന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓടിപ്പോയ സമയത്ത് കറക്റ്റ് ഒരു ബ്ലാക്ക് സ്മിത്തിൽ ചെന്ന് കയറി നോക്കുമ്പോൾ 2 ഡയമണ്ട്, കുറേ ബ്രെഡും, ഒരു അയൺ പിക്കാക്സും. കറക്റ്റ് ഒരു വില്ലേജ് കിട്ടി.
അതിനകത്തൊരു ബ്ലാക്ക് സ്മിത്തും. പിന്നെ എന്ത് വേണം മച്ചാന്മാരെ. പിന്നെ ഇവിടെ രക്ഷിക്കാൻ ഒരു അയൺ ഗോളം ഉണ്ട്. ഇത് അവിടെയായിട്ട് അയൺ ഗോളം. അവിടെ സ്കെലറ്റൻ വെടി വെച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണോന്ന് എനിക്കറിയത്തില്ല. ഇവിടെ മൈൻ ചെയ്യാൻ പോയാലോ? വേണ്ട, ഇപ്പോൾ പോകണ്ട, അടി കിട്ടും. കുറച്ച് സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ആയിട്ട് പോയാൽ മതി. താഴത്തോട്ട് ഇറങ്ങാം. അയ്യോ, കുറച്ച് ഹെൽത്ത് പോയി. ഇവിടെ നമുക്ക് റീസ്പോൺസ് പോയിന്റ് സെറ്റ് ചെയ്യാം ഗൈസ്. യെസ്, അവർ ഫസ്റ്റ് റീസ്പോൺസ് പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്കൊന്നും പേടിക്കണ്ട. കോളുണ്ട് മച്ചാന്മാരെ. കോളടിച്ചട മച്ചാന്മാരെ. നമുക്കൊരു ടോർച്ചൊക്കെ ഉണ്ടാക്കി മൈനിങ്ങിന് ഇറങ്ങാം കേട്ടോ. അതായിരിക്കും നല്ല ഐഡിയ. ഇതെവിടെ സൈഡിലൊക്കെ കോളുണ്ട്. അതൊക്കെ എടുക്കാം. നമുക്ക് ടോർച്ചിന് വേണമെങ്കിൽ അതൊക്കെ ആവശ്യമുണ്ട്. വളരെയധികം ആവശ്യമുള്ള സാധനമാണ്. ഓക്കെ, പംകിൻ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയാം. അവിടെ കുറേ പംകിനുണ്ട്. നിങ്ങൾ എടുത്ത് നോക്കാം. ഒന്നടിച്ചിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പൊട്ടിക്കേ. പംകിൻ കൊണ്ട് എന്ത് തിന്നാൻ കഴിയില്ല? പംകിൻ ഇല്ല, തിന്നാൻ കഴിയില്ല പംകിൻ. അറിയില്ല ഗൈസ്, നിങ്ങൾ കമൻറ്റ് ചെയ്യേ. ക്രാഫ്റ്റിംഗ് ടേബിളിൽ പംകിൻ പൈ ഉണ്ടാക്കാൻ കഴിയുമെന്ന് നോക്കിയാലോ? എന്നാൽ ഒന്നുകൂടെ പൊട്ടിച്ച് നോക്കാം. നമുക്ക് പംകിൻ പൈ ഉണ്ടാക്കാൻ കഴിയുമെങ്കിലേ നമുക്ക് പംകിൻ പൈ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നമുക്ക്. ഇവിടെ വെള്ളമൊക്കെ ഉണ്ട്. ഈ പണ്ടാര ആടിനെ കൊണ്ട് ഞാൻ തോറ്റ. എപ്പോഴും നെറ്റ് ഓഫ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് കിട്ടത്തില്ല. അതങ്ങനെയാണ്. ഓക്കെ, ഇവിടെ ഒന്നുണ്ട്, അതും കൂടെ പൊട്ടിച്ചെടുത്ത്. എന്താടാ വില്ലേജറെ ഞങ്ങളെ ഇങ്ങനെ നോക്കുന്നേ? ഓക്കെ, നമുക്ക് ഹലോ, എന്നാൽ ശരി. നമുക്ക് എങ്ങനെയും പംകിൻ പൈ ഉണ്ടാക്കണം. പംകിൻ പൈ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്? നമുക്ക് പംകിൻ പൈ ഉണ്ടാക്കണം. പംകിൻ പൈ ഇതൊക്കെ കണ്ടിട്ട് കൊതിയാവുന്നു ഗൈസ്, കണ്ടിട്ട് കൊതിയാവുന്നു. ഡയമണ്ട് ചെസ്റ്റ് പ്ലേറ്റ് ആർമർ. നമ്മളെന്തിനായിരുന്നു വന്നേ? പംകിൻ പൈ നോക്കാൻ. പംകിൻ നമുക്ക് അടിച്ചു കൊടുക്കാം. എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയത്തില്ല. പംകിൻ പൈ അതിന് മുട്ടയും ഷുഗറും വേണം. നമ്മുടെ കയ്യിൽ മുട്ടയും ഷുഗർ ഇല്ല മച്ചാന്മാരെ. സാരമില്ല, നമുക്ക് എപ്പോഴെങ്കിലും കിട്ടും, അപ്പോൾ ഉണ്ടാക്കാം. നമുക്ക് കുറേ നേരമായില്ലേ ഈ അയൺ ഗോളത്തിന് വേണ്ടിയിട്ടുണ്ടെടുക്കുന്നത്. എനിക്ക് നല്ലോണം ദേഷ്യം വരുന്നുണ്ട്. നമ്മുടെ അയൺ ഗോളത്തിന് വേണ്ടി നമ്മൾ എങ്ങനെ ഇത് കൊടുത്തിരിക്കുന്നു. ഓക്കേ, നമുക്ക് വണ്ടിക്കോട്ട് കയറാൻ കഴിയുമോ? പൊട്ടിച്ച് കയറണ്ടേ? കയറ്. അവിടുന്ന് വെടി വെക്കുന്നു. ഞാൻ വേണ്ടി സ്കില്ലിട്ട് കളിക്കുക. ഡ്രോണ് തലടാ, വടാ. അയ്യേ, അവനും തല്ലി. വരൂ. ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ആകാനായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഇത് പാർട്ട് 1 ആണ്. ഇനി ഇതേപോലെ കുറേ പാട്ടുകളുണ്ടാകും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സൈനിങ് ഓഫ്. ബൈ.